കണ്ണൂരിന് സ്വന്തം ദക്ഷിണ കാശി അല്ലെങ്കിൽ തെക്കൻ വാരണാസിയുണ്ട്. അതാണ് നമ്മുടെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. വടക്കൻ കേരളത്തിൽ ബാവലി നദിയുടെ തീരത്താണ് പുരാതന തീർത്ഥാടന കേന്ദ്രമായ കൊട്ടിയൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ബാവലി നദിയുടെ എതിർ തീരത്താണ് രണ്ട് ക്ഷേത്രങ്ങളുള്ളത്. ഒരെണ്ണം എല്ലാ ദിവസവും ഭക്തർക്ക് തുറന്നിരിക്കും. അതാണ് ഇക്കര കൊട്ടിയൂർ. മറ്റേത് കാലാനുസൃതമാണ്. ആദ്യത്തേത് തെക്കൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മലയാളത്തിൽ ഇക്കര അല്ലെങ്കിൽ തീരത്തിൻ്റെ ഈ വശം എന്ന് പറയുന്നു. അതാണ് നമ്മുടെ ഇക്കര കൊട്ടിയൂർ. എന്നാൽ വടക്ക് ഭാഗത്ത് അക്കരെ അല്ലെങ്കിൽ തീരത്തിൻ്റെ എതിർവശം ഒരു കാടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് അക്കരെ കൊട്ടിയൂർ. എല്ലാ വർഷവും വൈശാഖ മഹോത്സവത്തിൽ മാത്രമാണ് അക്കരെ കൊട്ടിയൂർ തുറക്കുന്നത്. മെയ് അല്ലെങ്കിൽ ജൂൺ മാസങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന വൈശാഖ മഹോത്സവം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ്. കേരളത്തിൽ ശബരിമല കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ കൊട്ടിയൂർ മഹോത്സവം. ഈ വൈശാഖ സമയത്ത് ഇക്കരെ കൊട്ടിയൂർ അടച്ചിരിക്കുകയാണ് ചെയ്യുക. വടക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മണിത്തറ എന്ന സ്ഥലത്ത് സ്വയംഭൂ ശിവലിംഗമായ ശിവനും അദ്ദേഹത്തിൻ്റെ പത്നിയായ പാർവതിയും സമീപത്ത് അമ്മാറിക്കൽ തറ എന്ന സ്ഥലത്ത് ആരാധിക്കപ്പെടുന്നു. ബാവലി നദി അതിൻ്റെ എല്ലാ ശക്തിയിലും ഒഴുകുന്ന മഴക്കാലത്താണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ആ സമയത്താണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ പ്രവേശനം ഉണ്ടായിരിക്കുന്നത്. അക്കരെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവമുള്ള 28 ദിവസങ്ങളിൽ മാത്രമേ തുറക്കുകയുള്ളൂ. ആ 28 ദിവസങ്ങളിലും സ്ത്രീകൾക്ക് എല്ലാ സമയത്തും പ്രവേശനമില്ല. സ്ത്രീകൾക്ക് പ്രവേശനമുള്ള സമയം മാത്രമേ സ്ത്രീകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ വരുന്നവർ ഇവിടെ കുളിച്ച് ഈർന്നോടെയാണ് നമ്മുടെ അക്കരെ കൊട്ടിയൂരേക്ക് പോകുന്നത്. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്ര നക്ഷത്രം വരെയുള്ള മെയ് മാസം മധ്യത്തോടെ തുടങ്ങി ജൂൺ മധ്യത്തോടെ ദിവസങ്ങളാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. 28 ദിവസങ്ങളിലാണ് ഇവിടെ ഉത്സവം ഉള്ളത്. ഭണ്ഡാരം എഴുന്നള്ളത്ത് നാൾ മുതൽ ഉത്രാട നാൾ വരെ ദേവന്മാരുടെ ഉത്സവം, തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവം, മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം. ഭഗവാൻ പരമശിവനെ അപമാനിക്കാൻ സതിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ. ശബരിമല മാറ്റി നിർത്തിയാൽ ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് അക്കരെ കൊട്ടിയൂർ. ഈ വർഷം മെയ് മാസം 24 തീയതി മുതലാണ് കൊട്ടിയൂർ ഉത്സവം ആഘോഷിക്കുന്നത്. 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ജൂൺ 17 അവസാനിക്കും. മെയ് 16 നീരെഴുന്നള്ളത്തുള്ളത്. 21 നെയ്യാട്ടം, 22 ഭണ്ണാര എഴുന്നള്ളത്ത്, 29 തിരുവോണം ആരാധന, ഇളനീർ വെപ്പ്, 30 ഇളനീരാട്ടം അഷ്ടമി ആരാധന, ജൂൺ 2 രേവതി ആരാധന, 6 രോഹിണി ആരാധന, 8 തിരുവാതിര ചതുശതം, 9 പുണർദം ചതുശതം, 11 ആയില്യം ചതുശതം, 13 മകം കലംവരവം, 16 അത്തം ചതുശതം വാളാട്ടം കലശപൂജ, 17 തൃക്കലശാവുട്ട് എന്നിവയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള ഈ വർഷത്തെ പ്രധാന ചടങ്ങുകളും അവയുടെ ദിവസങ്ങളും. പിന്നെ സ്ത്രീകളുടെ പ്രവേശിക്കാൻ പറ്റുന്ന മെയ് 22 അർദ്ധരാത്രി ഭണ്ഡാരം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പും ജൂൺ 13 മകന്നാൾ ഉച്ചശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ല. അതായത് ഭണ്ഡാര എഴുന്നള്ളത്ത് കഴിഞ്ഞാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. തുടർന്ന് ജൂൺ 13 മകം കലംവരവ് ദിവസം വരെ സ്ത്രീകൾക്കും അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം. അപ്പം ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ എന്തായാലും ഈ ഡേറ്റ് നോക്കിയിട്ട് വരണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാൻ പറ്റുന്നതല്ല. പിന്നെ നമ്മുടെ കൊട്ടിയൂർ അമ്പലത്തിൽ എത്തണമെങ്കിലുള്ള അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കണ്ണൂരാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് ധാരാളമായി കിട്ടും. ഫ്ലൈറ്റൊക്കെ വരുന്നവരാണെങ്കിലും കണ്ണൂർ എയർപോർട്ടിൽ തന്നെ ഇറങ്ങണം. അവിടുന്ന് മട്ടന്നൂരിൽ നിന്ന് ഇരിട്ടി കൊട്ടിയൂർ ബസ് ധാരാളമായി കിട്ടും, അല്ലെങ്കിൽ ടാക്സി സർവീസ് അവൈലബിൾ ആണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവർക്കും KSRTC ബസ് സ്പെഷ്യൽ സർവീസ് നടത്തുന്നുണ്ട്. കണ്ണൂർ അല്ലെങ്കിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലും ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് ബസ് കിട്ടി വരാൻ പറ്റുന്നതാണ്. അപ്പം വരുന്നവർ ഡേറ്റൊക്കെ നോക്കിയിട്ട് വരിക. ഏതൊക്കെ പൂജയാണ്, എപ്പോഴാണ് സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പറ്റുക എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം വരിക. അല്ലെങ്കിൽ അക്കരെ കൊട്ടിയൂർ പ്രവേശിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ നമ്മൾക്ക് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ ക്യൂ ഒക്കെ നിന്നിട്ട് നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്ക് മുകളിൽ പോയി ക്യൂ നിൽക്കേണ്ടി വരും. ആ ബാക്ക് സൈഡിൽ അവിടെ മുതൽ അതിൻ്റെ ക്യൂ ഉണ്ടാവും. നമ്മൾ വന്നിട്ട് ഓരോ സെക്ഷനായിട്ട് ഇവർ ഉള്ളിലോട്ട് കടത്തി വിടുകയുള്ളൂ. നമുക്ക് അവിടെ പോയി പ്രസാദം വാങ്ങിക്കണമെങ്കിൽ ക്യൂ നിന്നാൽ മാത്രമേ പ്രസാദം വാങ്ങിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പ്രദക്ഷിണം വെക്കുന്ന വെള്ളത്തിലൂടെയാണ്. താഴെ കൂടെ ആൾക്കാർ നടന്നു പോകുന്നത് കാണാം. അതിലൂടെയാണ് നമ്മൾ നടന്ന് പ്രദക്ഷിണം വെക്കുന്നത്. അതാണ് നമ്മുടെ
ക്യൂ നിന്നിട്ട് ആൾക്കാർ ദർശനം നടത്തുന്നത്. അവിടെ നമുക്ക് പ്രസാദം ലഭിക്കും. പ്രദക്ഷിണം വെക്കുന്നത് താഴെ, ചുറ്റും നമുക്ക് നടന്ന് പ്രദക്ഷിണം വെക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇവിടെ തൊഴുതിട്ടതിന് ശേഷം നമുക്ക് ഇക്കരെ കൊട്ടിയൂർ പോയിട്ട് തൊഴുതിട്ട് പോകാൻ പറ്റുന്നതാണ്. ഇവിടെ ചടങ്ങുള്ള സമയത്ത് ഇക്കരെ കൊട്ടിയൂർ പൂജകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പം ഈ വർഷം സ്ത്രീകൾ വരുന്നവർ ഭണ്ഡാര എഴുന്നള്ളത്ത് കഴിഞ്ഞ് അക്കരെ കൊട്ടിയൂർ പ്രവേശിക്കാൻ പറ്റും. തുടർന്ന് ജൂൺ 13 കലശം വരവ് ദിവസം വരെ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനമുള്ളൂ. ഇത് എന്താണെന്ന് ഓർത്തിരിക്കുക. വരുന്നവർ ഈ ഡേറ്റൊക്കെ നോക്കിയിട്ട് ശേഷം മാത്രം വരിക.